ഇതുവേടാ നീ നോക്കുന്നേ? എടാ നാറി, നിന്റെ തനിക്കുള്ള നീ നാട്ടുകാരോട് മൊത്തം ഞാൻ പറയും. ഞാൻ നോക്കുന്നു. എനിക്ക് നാറി രണ്ടെണ്ണം ഇന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ. അങ്ങോട്ട് ചുമ്മാ ഇരിക്കടാ. നാട്ടുകാരോട് അതും ഇതൊക്കെ പറയിപ്പിക്കാം. നാട്ടുകാര് പറയട്ടാ. അല്ല തന്നെ ഈ നാറിയെ പറ്റി ഇനി എന്തുവാ നാട്ടുകാര് പറയാനുള്ളേ? മോനെ, എന്റെ പൊന്നുമോനല്ലേ, വാ വീട്ടിൽ വന്ന് കിടന്ന് ഇല്ലമ്മേ, ഇവന്റെ കവളത്തൊരു തേമ്പ് കൊടുക്കുക നമ്മുടെ ചെത്തിയ മുറ്റത്ത് ഞാൻ കയറത്തില്ല. ചുമ്മാ തിരിക്കളിയാ, ചുമ്മാ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം ഉണ്ടാക്കും. നാട്ടുകാർ മൊത്തം കേക്കട്ടാ. ഇവിടെ ഈ ചെറുക്കിനെ കൊണ്ട് ഒരു തരത്തിലും പറ്റത്തില്ല. എന്തോന്ന് പറ്റത്തില്ലെന്നാടാ നീ ഒറ്റ ഈ ചെറുക്കനെ ഇതുപോലെ കുടിപ്പിക്കുന്നേ? അയ്യോ അല്ല, ഒറ്റയ്ക്ക് കൂച്ചാൻ അറിയത്തില്ല അവന്. കള്ളു കുടിച്ചോണ്ട് പറഞ്ഞ അല്ല അളിയാ. എടാ നീ അതങ്ങ് വിട്ടുകളാ. നിന്റെ ഓരോ ഒരു മൂട് അളിയില്ലല്ലോ അത്. ഒരു മൂടിങ്ങനാണ്. ഒരു തോട്ടം വരുന്നത് നമ്മൾ എന്ത് ചെയ്ത് തന്നെ അളിയാ? എന്ത് ചെയ്യാന്? ആ തോട്ടത്തിന് ഞാൻ തീട്ടേനെ. നിനക്ക് നീ എന്തോടെ പിച്ചും പേയൊക്കെ പറയുന്നത്? പിച്ചും പേയും പറയുന്നാണെങ്കിലേ അതിന്റെ ഒറ്റ കാരണക്കാരൻ നീ തന്നെയാ. ഞാനോ? ആ, നീ കൊണ്ട് കൂപ്പിച്ചിട്ടല്ലേടാ ഇതുപോലെ നടക്കുന്നത്. നീ പിന്നെ ഞാൻ കൂപ്പിച്ചു. ഗ്ലാസിനകത്ത് ഒഴിച്ചാട്ട് വെക്കാനുണ്ടല്ലോ. ഞണ്ടിന്റെ കൈ പോലെ വന്ന് ഗ്ലാസ്സിൽ കയറി പിടിച്ചിട്ട് മാക്കുന്ന ഒറ്റ അടി അവനെ ഞാൻ കൂപ്പിച്ചെന്ന്. അളിയാ കുടിച്ചിട്ട് പറയാ അല്ലളിയാ, സങ്കടം കൊണ്ട് പറയുക. നിനക്കറിയോ എന്തുവാ ഈ പന്നപ്പട്ടിയുടെ അച്ഛൻ എന്റെ ഗോപിയമ്മാവൻ എന്ത് പാവായിരുന്നറിയാവോടാ. ബഹുമാനം കൊണ്ട് എല്ലാരും അദ്ദേഹത്തെ സേട്ടെന്നായിരുന്നു വിളിക്കുന്നത്. ആര് വിളിക്കും? എല്ലാരും. അതിനിപ്പോ എന്താ വേണം? ഈ പന്നന്റെ തലവട്ട് എന്ന് കണ്ടോ അന്ന് തൊട്ട് നാട്ടുകാര് സേട്ട് ഗോപി എന്നുള്ളത് മാറ്റിയിട്ട് പേട്ട് ഗോപി എന്നായിരുന്നു വിളിക്കുന്നത്. അറിയാവോ നിനക്ക്? ആഹാ അടിപൊളി. നിനക്കറിയാവോ എന്തുവാ? എന്റെ പാവം ഗോപിയമ്മ ഇവിടെ മരിച്ചു കിടക്കുമ്പോ അന്ന് വൈകിട്ടത്തെ വിൻമിൻ ലോട്ടറിയുടെ റിസൾട്ട് നോക്കാൻ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നവനാണ് ഈ നാറി. എന്നിട്ട് അത് അടിച്ചോ? എവിടുന്ന്? എന്നിട്ട് ആ ലോട്ടറി അടിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് പാവം പിടിച്ച് അമ്മാവന്റെ തലയ്ക്ക് വന്നിരുന്നോണ്ട് സർക്കാരിനെ ചീത്ത വിളിച്ചട ഈ കാലൻ. അവസാനം ഇവന്റെ തെറുവിളി കാരണം കർമ്മിയുടെ കർമ്മം വരെ തെറ്റി. ആ, എന്നിട്ട് ഇവൻ വിളിച്ചു നിർത്തിയെടുത്തൊന്നും കർമ്മി തുടങ്ങിയിട്ടാ ഈ കർമ്മം പൂർത്തിയാക്കിയേ. വന്ന് കിടന്നൊന്ന് ഉറങ്ങടാ. വാ അമ്മേ, അമ്മ കൊണ്ട് പറയത്തില്ലായിരുന്നു വീട്ടിൽ കയറി വന്ന് അട്ടയ്ക്ക് ദൈവം കണ്ണു കൊടുക്കത്തില്ലെന്ന്? പറഞ്ഞു. അതിനിപ്പോ എന്തുവാ? അത് ദൈവം കൊടുക്കാത്തതല്ല, ഈ നാറി കുത്തിപ്പൊട്ടിച്ചു വിട്ടായിരിക്കും. ആ അട്ടയായിരിക്കും അന്ന് അമ്മ കണ്ട. മനസ്സിലായോ? അമ്മേ, ഇവൻ എന്ന് ഇവിടെ കിടന്ന് തെറി വിളിക്കുന്നത്? അത് എന്തിനാ കിടന്ന് വിളിക്കുന്നതിന്? എന്റെ കുഞ്ഞെ എനിക്കറിയാൻ മേല, നീ അവനോട് തന്നെ ചോദിക്കും. എന്തിനാണ് തെറി വിളിക്കുന്നത്? അല്ല നിനക്കറിയാവോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ അത് ഈ നാറി തരുന്നില്ലെന്ന്. ആ അളിയാ, ഞാൻ കുടിക്കുന്ന എന്റെ പെൺപിള്ളക്ക് ഇഷ്ടവേ അല്ല. അളിയ നാളെ കുടിക്കാനും കാശ് വേണ്ടേ അളിയാ? കാശ് വേണ്ടേ? അതുകൊണ്ട് ഇവളെ പിടിച്ച് കിട്ടുന്ന കാശ് മൊത്തം ഞാൻ സൂക്ഷിച്ചുകൊണ്ട് ഇവന്റെ മതിലിന്റെ പോട്ടിക്കൊണ്ട് വെക്കും. മതിലിന്റെ പോട്ടിലോ? എടേ, മതിലിന്റെ കല്ലിന്റെ ഇടയ്ക്ക്. അതിപ്പോ കാണാനില്ല. അതെവിടെ പോയി? ആ അളിയാ, ഞാൻ ഒരു ദിവസം അടിച്ച് ഫുള്ളുടെ കിടന്നങ്ങ് ഉറങ്ങി. എന്നിട്ട് കെട്ടുവിട്ടപ്പോ ഞാൻ ഈ പൊട്ടിച്ചൊന്ന് നോക്കി. അപ്പൊ എന്തുവാ ഈ നാറി മതിൽ മൊത്തം തേച്ച് വെച്ചിട്ട് അത് പെയിന്റും അടിച്ച് വെച്ചേക്കുന്നതാ. അയ്യോ, അപ്പൊ പൈസ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഇവനോട് ഈ പൈസ ചോദിക്കുക. എവിടാ എന്റെ പൈസ? നീ തലക്കെട്ടും കെട്ടി നിൽക്കുന്നുണ്ടല്ലോ കുറച്ച് നേരമായിട്ട്. നീ ഒന്നും മിണ്ടത്തില്ലേടാ?